ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കസിൻ്റെ വെഡ്ഡിങ് വരികയാണ്. അപ്പോൾ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്പനക്കായ സ്ട്രീറ്റിലുള്ള ചെന്നൈ സിൽക്സിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസും അതുപോലെ തന്നെ വെഡ്ഡിങ് പർച്ചേസും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്തിയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെഡ്ഡിങ് സാരീസിൻ്റെ ഒരു ഫ്ലോറിലോട്ടാണ് പോയത്. എൻ്റെ അമ്മോ, എനിക്ക് എൻ്റെ ബോധം പോയിട്ടോ. അത്രയധികം വെറൈറ്റി കളക്ഷൻസ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏതെടുക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. ഇത് നോർമലി ഈ ഒരു സാരി നമുക്ക് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് സാരിയാണ്. നമുക്ക് നല്ല സ്റ്റാർട്ടിങ് റേറ്റ് നല്ല ലോ പ്രൈസിന് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല റീസണബിൾ ആണ്. നമുക്ക് പിന്നെ ഞാൻ നോക്കുമ്പോഴേ നമ്മൾ സാധാരണ കണ്ണേക്കളും പല വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആയിരുന്നു. ഈ ഒരു കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് മെയിനായിട്ട് വെഡ്ഡിങ് സാരീസാണ്. റേറ്റ് ഒരു 2000 തൊട്ട് നമുക്ക് മേലേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 2.5-3 ലക്ഷം വരെയുള്ള സാരികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് എടുക്കാനും നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് എല്ലാം തന്നെ ഇങ്ങനെ ഒരു മടി കൂടാതെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അധികം കാണാത്ത റെയർ കോമ്പിനേഷൻ ആയിരുന്നു. ഇത് ഒരു ഓറഞ്ചിഷ് റെഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 സാരി എനിക്ക് കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാലല്ലോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു പിങ്കും ബ്ലൂ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി. ഈ ഒരു പച്ചയും ഈ ഒരു കോമ്പിനേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, കോമ്പിനേഷൻസ് ഇവരുടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കുറച്ചാണ് ഇവിടെ കാണിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ധൃതി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ നിവർത്തി കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നോർമലായിട്ട് ഇതുപോലത്തെ ബ്രൊക്കേഡിൻ്റെയും അങ്ങനത്തെ സാരികൾ എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല. ഞാനൊരു സാരി എടുക്കേണ്ട ആളൊന്നുമല്ല. അധികം വെല്ലപ്പോഴൊക്കെ ഒരു സാരി എടുത്താലായി. പിന്നെ ഈ ഒരു വൈറ്റും ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് സാരി എടുക്കാത്തവർക്കായാലും സാരി കാണുമ്പോൾ ഓക്കെ ഈ പ്രാവശ്യം സാരി എടുത്താലോ എന്നുള്ളൊരു ഇത് തോന്നും കേട്ടോ. അപ്പോൾ അത്രയും നല്ല മനോഹരമായ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫർ നടന്നുണ്ട്. ഓണത്തിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലി ഭയങ്കര 1000 ആ ഒരു റേഞ്ചിലൊക്കെ തുടങ്ങുന്ന സാരീസാണ് ഇത്. പിന്നെ എന്താ വാവ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോർമൽ റേഞ്ചിലുള്ള സാരീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പല ടൈപ്പിലുള്ള സാരീസും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഇവരുടെ മെയിനായിട്ടും പ്രൈസും വളരെ കുറവായിരുന്നു കേട്ടോ. നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറച്ചും കൂടിയും റേറ്റ് കുറവായിരുന്നു. ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് എടുത്താലോ എന്ന് ആലോചിച്ചു. നല്ല ഒരു കളറായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സിൽക്ക് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ സാരീസാണ്. ഇത് നമുക്ക് 300 തൊട്ട് 500 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ ഇവർ ഡിസ്പ്ലേക്ക് തന്നെ കുറേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് 300 to 500 റേഞ്ചിലാണ് വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സാരിയൊക്കെ കണ്ടാൽ നല്ല റേറ്റ് തോന്നിക്കും. പിന്നെ ഞങ്ങൾ മെയിനായിട്ടും പിന്നെ ബ്രൈഡിന് വേണ്ടിയിട്ട് എടുക്കാനുള്ള ഡ്രസ്സുകൾ നോക്കി. അപ്പോൾ ഈ ഒരു ബ്രൈഡൽ ഡ്രസ്സിന് 2000 അത്രയ്ക്ക് റേറ്റ് ഉള്ളൂ കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു ഇത് ഒരു 6000 സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഇതൊക്കെ ഫുൾ വർക്ക് ഉണ്ട്. പക്ഷേ 2000 സംതിങ് ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹെവിയാണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്രൈഡ്സിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരുന്നു. നമ്മൾ ഫുള്ളായിട്ട് ഇത്രയും വർക്കുകൾ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇടില്ല. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ആ ഹാൻഡ് വർക്ക് പോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആ ചേച്ചി ഫുള്ളായിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുരിദാറിന് ഭയങ്കര ലാഭം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഫാൻസി സാരീസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് റേറ്റും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ. 200, 300, 400. ഇത് 500 to 1000 ഇടയിലുള്ള കോട്ടൺ സാരി, പിന്നെ ഫാൻസി കോട്ടൺ സാരി, ഫാൻസി ആർട്ട് സാരി, അതുപോലെ തന്നെ ഫാൻസി ആർട്ട് സിൽക്ക് സാരി. ഇങ്ങനത്തെ ഇത്രയും റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത് കേട്ടോ. പിന്നെ എന്താ ഇതൊക്കെ 500, 600, 300, 400 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വൈറ്റും ഈ ഒരു കോമ്പിനേഷൻ
അപ്പോൾ ഇവിടുത്തെ സാറ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഇത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓഫർ പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും 1385 അപ്പോൾ ഇതിപ്പോൾ ഓഫർ എന്ന് പറഞ്ഞിട്ട് 895 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, റീസണബിൾ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടിയും പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഓണത്തിന് കുറച്ച് പറ്റിയിട്ടുള്ള കളക്ഷൻസ് നോക്കിയിട്ടോ. ഓണത്തിൻ്റെ നല്ല നല്ല സാരീസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ചൊന്ന് നിവർത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് നിവർത്തിയിട്ടു എന്നുള്ളൂ കേട്ടോ. പിന്നെ സാരീസ് ആ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നൈറ്റീസ്, പിന്നെ സ്റ്റിച്ച്ഡ് ബ്ലൗസുകൾ, പല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ച്ഡ് ബ്ലൗസുകളും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലോറിൽ, സാരിയുടെ ഫ്ലോറിൽ തന്നെ അതും ഉണ്ട്. പിന്നെ മെയിനായിട്ട് കുട്ടികളുടെ പട്ടുപാവാട, ഓണമായിട്ട് നിങ്ങൾ പട്ടുപാവാട അതുപോലെ തന്നെ സ്റ്റിച്ചഡ് ആണ് കേട്ടോ, എല്ലാം സ്റ്റിച്ചഡ് ആണ്. നമുക്ക് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് തന്നെ ഇതുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കോട്ടൻ്റെ കുറേ ഉടുപ്പുകളുണ്ട് കേട്ടോ, കുട്ടികൾക്ക് പറ്റിയ ഫുൾ നല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പാർട്ടി വെയർ കളക്ഷൻസ് വേണമെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്, ഈ ഒരു ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ആ കൂടി എന്താ പറയുക, നമുക്ക് ആ കൂടി കൺഫ്യൂഷനാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ മെനക്കെട്ട് നിന്നാലാണ് ഈ ഒരേ ഫ്ലോർ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് അത്രയധികം എനിക്ക് തോന്നുന്നു 6 to 7 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ചുരിദാറിൻ്റെ അവിടേക്ക് വീണ്ടും വന്നപ്പോൾ ഈ ഒരു ചുരിദാറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, നല്ല വെറൈറ്റിയാണ്. പിന്നെ ചുരിദാർ മെറ്റീരിയലിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഈ ഒരു പേർപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ഇത് സിൽക്കിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നോക്കി, ഇത് നല്ല കളക്ഷനായിരുന്നു. അങ്ങനെ പല ഇങ്ങനത്തെ ഇതൊക്കെ മുസ്ലിംസ് നന്നായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു, നല്ല മൂവിങ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് സിൽക്കിൻ്റെ ആയിരുന്നു കേട്ടോ. ഈ 2 ടൈപ്പ് സിൽക്കിൻ്റെയാണ്, നല്ല മൂവിങ് ആണെന്നാണ് പറഞ്ഞത് അവർ. ഇതും സിൽക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു, വർക്ക് വരുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ചുരിദാറിൻ്റെ സെക്ഷനിലും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഈ ഒരു കളറ്. പിന്നെ ചുരിദാറിൻ്റെ സെക്ഷനിൽ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ചുരിദാറൊക്കെ കുറേ എടുത്തു കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് കോട്ടൺ ചുരിദാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോട്ടൺ ചുരിദാറുകളും ഈ ഒരു ഷെയ്ഡ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് ഇവർ എടുത്ത് വെച്ച് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അധികം കാണാത്തതാണ് കേട്ടോ. പിന്നെ മെൻസിൻ്റെ നമുക്ക് വെഡ്ഡിങ്ങിൽ കളക്ഷനിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലേസേഴ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അത്ര റേറ്റൊന്നും ഇല്ല കേട്ടോ, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. 2000 ബ്രൈഡ്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്രയും റേറ്റ് കുറവ് എനിക്ക് അറിയില്ല കേട്ടോ, ഇത്രയും റേറ്റ് കുറവാണ് ഇവിടെ. നല്ല ക്വാളിറ്റി വൈസ് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതുപോലത്തെ ഉണ്ട്. ഇനി സാധാരണ നോർമൽ കുർത്തീസ് വേണമെങ്കിൽ അതുപോലത്തെ കുർത്തീസും ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചെറിയ വർക്ക് വെച്ചിട്ടുള്ള കുർത്തീസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമുക്ക് കുറേ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആയിരുന്നു, കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. 100 വെറൈറ്റി ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ആ ഒരു ഫ്ലോർ ഫുള്ളായിട്ടും ജെൻസിൻ്റെ പാൻസ് അതുപോലെ തന്നെ ഷർട്ട്സ്, മുണ്ടുകൾ, ഏത് ബ്രാൻഡ്, ഏത് സൈസ്, ഏത് റേഞ്ചിലും വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അത്രയും ഫുള്ളായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജെൻസിന് ഹസ്ബൻഡും അച്ഛനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ജീൻസും കാര്യങ്ങളൊക്കെ നല്ല ഓഫേഴ്സും, അലൻസ് ഓൺലി അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ടീഷർട്ടുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടീഷർട്ട് ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി ഇട്ടുകൊണ്ടേ നമുക്ക് അത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ബേബീസിന്, ന്യൂ ബോൺ ബേബീസിനെ പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഡ്രസ്സുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കോട്ടൻ്റെ ടൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേഡീസിൻ്റെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. നമുക്ക് 199 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടോപ്സ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുട്ടികളുടെ വലിയ ഫ്രോക്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഏത് ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എല്ലാ ഷെയ്ഡ്സൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കോട്ട് പോലത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ കിഡ്സിൻ്റെ, ബോയ്സിൻ്റെ ആയാലും കുറേ ഷർട്ട്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ആൺകുട്ടികളുടെ കളക്ഷൻസ്, ഇത്രയധികം കളക്ഷൻസ് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ആൺകുട്ടികളുടെ പല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത്രയധികം കളക്ഷൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ആൺകുട്ടികൾക്ക് നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. അതുപോലെ തന്നെ ഗേൾസിനുള്ള ക്രോപ്പ് ടോപ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ രാവിലെ വന്നതാണ്, ഏകദേശം ഇപ്പോൾ വൈകിട്ട് രാത്രി ആവാറായി. അപ്പോൾ അവരവിടെ തകർത്ത് പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാ ഫ്ലോറിലും ജസ്റ്റ് ഒന്ന് വന്ന് കയറി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ
അങ്ങനെ അധികം ചെന്നൈ സിൽക്സ് വന്നിട്ടില്ല. അപ്പോൾ ചെന്നൈ സിൽക്സ് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി കാണാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടോ. അപ്പോൾ ലേറ്റ് ആയപ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ ഈ ഒരു എന്താ പറയുക ഫുൾ ഡെക്കറേഷൻസ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതും വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ചെന്നൈ സിൽക്സ് ഒപ്പനക്കായ സ്ട്രീറ്റിലുള്ള ചെന്നൈ സിൽക്സിലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.